കണ്ണൂർ പായത്തെ യുവതിയുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബം. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്നാണ് കേളൻപീടിക സ്വദേശി സ്നേഹ ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി. കുട്ടിയുടെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചെന്നും കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ഭർത്താവ് ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ത്രീധനമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞാണ് വിവാഹം ചെയ്തത്. നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുകയും അറേഞ്ച് മാരേജ് ആയിരുന്നു. അവിടെ ചെന്നൊരു 3-4 മാസത്തിന് ശേഷം അവർ സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു കാര്യങ്ങളും പറഞ്ഞ് അവൾ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ പലതവണ വീട്ടിൽ വരികയും പിന്നീട് ഒരു കുഞ്ഞുണ്ടായി. അപ്പോഴും പലതവണ വീട്ടിൽ ഉപദ്രവവും കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്കാണ് വീട്ടിൽ വരിക. മദ്യപിച്ച് ബഹളം വെക്കാറുണ്ട്. പിന്നെ കൊച്ചിനും അവളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 15-ാം തീയതി, വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം 15-ാം തീയതി രാത്രി അവളെ ഒരുപാട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ വൈകിട്ടാണ് ഇരിട്ടി കേളംപീടിക സ്വദേശിയായിട്ടുള്ള സ്നേഹയുടെ വീട്ടിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആത്മഹത്യയിലാണ് ഇപ്പോൾ ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും ഗുരുതര ആരോപണവുമായി ഈ സ്നേഹയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഭർതൃപീഡനത്തെ തുടർന്നാണ് സ്നേഹ ജീവൻ ഒടുക്കിയതെന്ന ആരോപണവും പരാതിയുമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. 5 വർഷം മുമ്പാണ് സ്നേഹയും അതോടൊപ്പം തന്നെ കോളിത്തട്ട് സ്വദേശിയായിട്ടുള്ള ജിനീഷും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം 3 മാസത്തിന് ശേഷം തന്നെ ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായ പലതരത്തിലുള്ള പീഡനം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് സ്ത്രീധനത്തിന്റെ പേരിലാണ്, മറ്റൊന്ന് ഈ ഇവരുടെ കുട്ടിയുടെ നിറം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പീഡനം ഉണ്ടായിട്ടുണ്ട്, മാനസികവും ശാരീരികവുമായ പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പരാതി. നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് അത് മധ്യസ്ഥത്തിൽ അത് പറഞ്ഞു തീർത്തു. പിന്നീട് ഈ പീഡനം തുടർന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 15-ാം തീയതി ആ വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം വീട്ടിലേക്ക് സ്നേഹ വന്നത്. ആ ഘട്ടത്തിലും ഉളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെ ഈ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിച്ചില്ലെങ്കിൽ കൂടുതൽ ആ തരത്തിലുള്ള ഭീഷണി ഉണ്ടായി എന്നതാണ് സ്നേഹയുടെ ബന്ധുക്കൾ പറയുന്നത്. അതിൽ മനംനൊന്താണ് ഇതേ പരാതി തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലുള്ള അന്വേഷണമായിരിക്കും ഇനി തുടരാൻ പോകുന്നത്. സ്നേഹയുടെ ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്.